മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിങ്ങനെ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു 10-12 പോയിൻറ്റ്സായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ ദൈവവചനം എന്താണെന്നുള്ളൊരു ക്ലാരിറ്റിയൊക്കെയാണ് പറഞ്ഞത്. ദൈവ വിത്താണെന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എൻഡ് ചെയ്തത്. എന്നാൽ ദൈവവചനത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, അതിന് പാപങ്ങളെ കൺവിക്റ്റ് ചെയ്യാനായിട്ട്, ദ പവർ ടു കൺവിക്ട് സിൻ, വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു കൺവിക്ട് സിൻ, പാപങ്ങളെ നമ്മളോട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. പാപങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ലോസ് തന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെയൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. ലോസ്, ഏത് രീതിയിൽ നിങ്ങൾ ജീവിക്കണം. കാരണം മനുഷ്യന് തോന്നിയ പോലെ അങ്ങ് ജീവിച്ചു പോകുന്നപ്പോൾ ദൈവം ചില ലിമിറ്റുകൾ കൊടുത്തു. ഈ രീതിയിലൊക്കെ പോകാവൂ, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ലിമിറ്റുകൾ കൊടുത്തു. അത് ദൈവത്തിൻ്റെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്താണ് കൊടുത്തത്. എന്നാൽ മനുഷ്യൻ അതുപോലെ ജീവിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ ജീവിച്ചു പോയിരുന്നെങ്കിൽ എല്ലാവരും വിശുദ്ധരായി, ലോകത്തെ വിശുദ്ധരായി പോയത്. മനുഷ്യരങ്ങനെ ജീവിക്കുന്നില്ല. കാരണം ദൈവം കൊടുത്ത കൽപ്പനകൾ ലംഘിക്കുക എന്നുള്ളത് നമ്മുടെ പൂർവ്വപിതാവായ ആദാമും ഹവ്വായിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് പിശാച് അതിന് കാരണമായിരുന്നു. അതിങ്ങനെ തുടർമാനമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ദൈവവചനത്തിലാണ്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ ദൈവവചനം നമുക്ക് തരുന്നു. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പത്രോസ് പ്രസംഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കാം. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ ഭോജനത്തിനായി ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അവിടെ നടക്കുന്ന പ്രവൃത്തിയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവരുടെ കഴിവുകൊണ്ടൊന്നുമല്ല. പരിശുദ്ധാത്മാവ് അവിടെ വരികയും അവരുടെ മേലെ ആവസിക്കുകയും ചെയ്ത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അന്നേരം ഇത് കണ്ടുകൊണ്ട് ആളുകൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഈ കുത്തുകൊള്ളുന്നത് എങ്ങനെയാണ്? പാപത്തെക്കുറിച്ചുള്ള ബോധം അവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അന്നേരമാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം ഏറ്റുപറയണം. അപ്പോഴേ യേശുക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരും. ഇവിടെ കാണുന്നത് പത്രോസിൻ്റെ പ്രസംഗത്തിൽ പാപത്തിൻ്റെ ബോധ്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ പലപ്പോഴും ഈ ആളുകളെ, പാപികളെ ക്ലാസിഫൈ ചെയ്യുന്നത് ബാഡ് സിന്നർ, ഗുഡ് സിന്നർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. അവൻ കൊച്ചു പാപം ചെയ്യുന്നുള്ളൂ, അവൻ വലിയ പാപം ചെയ്യും. ഗൂണ്ടകളെ സംബന്ധിച്ചിടത്തോളം ബാഡ് സിന്നർ, സാധാരണയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗുഡ് സിന്നർ എന്നാണ്. രണ്ടും സിന്നർ തന്നെ, രണ്ടും പാപികൾ തന്നെ. എന്നാൽ പാപത്തിൻ്റെ ചെയ്യുന്ന അളവിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് നേരത്തെ 1 ടൈം സിന്നായിരുന്നു, പാപം പിന്നെ അതിക്രമങ്ങളായി മാറി, പിന്നെ അത് ഇനിക്വിറ്റീസായിട്ട് മാറി, ഇങ്ങനെ അകൃത്യങ്ങളായിട്ട് മാറി. ഇങ്ങനെയുള്ള കാര്യമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും ചെയ്ത് പിന്നെ അവൻ്റെ മനസ്സിൽ വലിയ പാപം ചെയ്താലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ ജീവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പാപങ്ങളെ ബോധ്യമാക്കി തരും. ഒരു വലിയൊരു പേപ്പർ, വൈറ്റ് പേപ്പറിനകത്ത് ചെറിയൊരു കുത്ത് വീണാൽ അപ്പോഴറിയാം, അല്ലേ? മഷിയുടെ ഒരു കറ, ചെറിയൊരു കറ വീണാൽ അറിയാം. ഒരേ കളറിലുള്ള അനേകം കറകൾ ഒരു പേപ്പറിനകത്ത്, ഒരു വൈറ്റ് പേപ്പറിലുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് ആഡീഷണലായിട്ട് വേറൊരു കളറല്ലാതെ സെയിം കളറിലൊരു കുത്തൂടെ അതിനകത്ത് ഇട്ടാൽ അറിയത്തില്ല. എന്ന് പറയുന്ന പോലെ ഹൃദയം കാഠിന്യപ്പെട്ട് പാപത്തിൽ കാഠിന്യപ്പെട്ട് പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉള്ളതൊന്നും പാപമല്ല, അവനൊന്നും പാപമല്ല. ഒരു ബുദ്ധിജീവി പറഞ്ഞു എന്നാണ് പറയുന്നത്, മനുഷ്യനെ പാപിയെന്ന് വിളിക്കുന്നതാണ് പാപം. എന്നാൽ മനുഷ്യനെ പാപിയെന്ന് വിളിക്കുന്നതല്ല, അവൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. അത് മനുഷ്യൻ്റെ ഒരു ഫെയ്റ്റായി അല്ലെങ്കിൽ അവൻ്റെ ഒരു വിധിയായി മാറി അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം, ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 22
37, 38 വാക്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പാപം. അതിനേക്കാൾ വലിയ പാപമൊന്നുമില്ല. അത് ചെയ്യുമ്പോഴാണ് നിൻ്റെ കൂട്ടുകാരനെയും നിന്നെ പോലെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപം കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാവുന്നത്. ഇതിൻ്റെ കൺവിക്ഷൻ ആരാ തരുന്നത്? ദൈവത്തിൻ്റെ വചനമാണ് തരുന്നത്. 1-2 വാക്യം കൂടി ഇതുമായിട്ട് ചേർന്ന് വായിച്ച് കേൾപ്പിക്കും. 2 തിമോത്തിയോസ് 3:16, 17 വാക്യങ്ങളിലെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ഈ വാക്യം വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചിന്തിക്കും, പല സ്ഥലങ്ങളിൽ ചിന്തിക്കും. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ ഇനി ഞാൻ പറയുമ്പോൾ ആ വാക്യത്തിൻ്റെ റെഫറൻസ് മാത്രമേ പറയുള്ളൂ. അതിലുള്ള കണ്ടൻറ്റ് മുഴുവൻ ഇപ്പം ഞാൻ പറയുകയാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ വാക്യത്തിൽ 2 തിമോത്തിയോസ് 3:16 ഇത് പ്രധാനപ്പെട്ടൊരു വാക്യം, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം. ഈ 3:16 എന്ന് പറയുന്ന എല്ലായിടും ഒരു പ്രധാന വാക്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. യോഹന്നാൻ 3:16 തൊട്ട് തുടങ്ങുകയാണ്. എല്ലാം 3:16 ബൈബിളിൽ എടുത്തു നോക്കിയാൽ എല്ലാം പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഈ 3:16 നിങ്ങളൊരു ട്രയൽ നടത്തി നോക്ക്. 3:16 എല്ലാം എടുത്തു നോക്ക്, എല്ലാം പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ, ഗോഡ് ബ്രത്ത് ഇൻസ്പയർഡ് ബൈ ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിക്കവൻ ആകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലുള്ള അഭ്യാസം. ഈ 4 കാര്യങ്ങൾക്കാണ് ദൈവവചനം പ്രയോജനമായി തീരുന്നത്. കാരണം ഈ 4 കാര്യങ്ങളും പിന്നെ ഫർദറായിട്ട് ഞാൻ പറയുമ്പോൾ വീണ്ടും ഈ വാക്യം കോട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പം മാത്രം പറയാം. ഒന്ന്, ഇൻസ്ട്രക്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഡോക്ട്രിൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഉപദേശ രൂപേണയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. നിൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആണിക്കല്ലുകളായി അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ബേസിസ് ഏതിനകത്താണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള എല്ലാ ഉപദേശ രൂപേണ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഭയങ്കര പ്രധാനമായിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺവിക്ഷൻ ഓഫ് സിന്നാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവചനം ശാസനത്തിന് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ശാസനത്തിന്, റിപ്രൂഫ്, നിങ്ങളെ ശാസിക്കുക, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ കൺവിക്റ്റ് ചെയ്യുക, അതിനാണ് ദൈവവചനം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും തെറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവവചനത്താൽ അവൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന കുഴപ്പമില്ല, കോൺഷ്യൻസ്, ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സ്, നമ്മൾ ഈ സീരീസിൻ്റെ ആദ്യം പറഞ്ഞതാണ്, നമ്മുടെ രൂപാന്തരത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിനകത്ത് പറഞ്ഞ ആത്മാവ്, ദേഹി, ദേഹം. ഈ ദേഹി, അവൻ്റെ മനസ്സ്, അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തും. ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ, ചില കൾച്ചറുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ചില പാപങ്ങൾ, ബിബ്ലിക്കലായിട്ടുള്ള പാപങ്ങൾ അവിടുത്തെ സോഷ്യൽ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ സംബന്ധിച്ചിടത്തോളം പോളിഗമി ഉണ്ട്. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെക്കുന്നു. ബിഷപ്പുമാർ പോലും 2 കല്യാണം കഴിക്കുന്നുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നില്ല, ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിളിനെ അഗൻസ്റ്റാണ്. അതുപോലെ അമേരിക്കയിൽ ചെന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലെസ്ബിയൻ, ഗേ, ഹോമോസെക്ച്വൽസ് അവർ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇപ്പോഴത്തെ ജനറേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും ബിബ്ലിക്കലായിട്ട് അത് എഗൻസ്റ്റാണ്. എങ്ങനെയാണ് നടക്കുന്നത് എനിക്കും അറിയത്തില്ല. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഒരു മനുഷ്യൻ്റെ ഇന്നർ കോൺഷ്യൻസ്, അവൻ്റെ അന്തരംഗം, അവൻ്റെ ഉള്ളിലുള്ള മനുഷ്യനെ ദൈവവചനപ്രകാരം വേണ്ട രീതിയിൽ ഫീഡ് ചെയ്താൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ വേണ്ട രീതിയിൽ ദൈവവചനം പഠിച്ചാൽ, ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ.
പല ആളുകളും ദൈവവചനം പഠിക്കുന്നത് പല രീതിയിലുള്ള പഠനങ്ങൾ കൊണ്ടുവന്നിട്ട് സത്യത്തെ കൂട്ടിക്കളയുന്ന പഠനങ്ങൾ ഒരുപാടുണ്ട്. അത് പാടില്ല. സത്യത്തെ അവരതിൻ്റെ സാഹചര്യം അനുസരിച്ച് അത് അങ്ങോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് മിനിസ്ട്രീസ് അത് ചെയ്യുന്നുണ്ട്. എല്ലാം പൈശാചികമായിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് എങ്ങനെ മനുഷ്യരെ തെറ്റിച്ചുകൊണ്ട് പോകാനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാപമല്ലാന്ന് പഠിപ്പിക്കുന്നത് ദൈവവചനമല്ല. അത് ദൈവവചനമല്ല, പിശാചാണ്. നേരത്തെ പറഞ്ഞു സിന്നെന്ന് പറഞ്ഞ എൻ്റെ നൗണിലെ സിന്നിൻ്റെ പേര് തന്നെ പിശാചെന്നാണ്. ഇത് സാഹചര്യം അനുസരിച്ച് പാപം മാറുന്നില്ല. ഭയങ്കര തണുപ്പുള്ള സ്ഥലം, ഭയങ്കര തണുപ്പാണ്. ഇന്ത്യൻ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പറഞ്ഞാൽ 37 ഡിഗ്രി 40 ഡിഗ്രി മോസ്കോ, അല്ലെങ്കിൽ ഏഷ്യയിലുള്ള USSRൻ്റെ പഴയ USSRൻ്റെ ചില സ്പ്ലിറ്റായ ചില ഭാഗങ്ങൾ, അതുപോലെ കാനഡ പോലെ അതിനങ്ങോട്ടുള്ള കുറേ ഭാഗങ്ങൾ ഭയങ്കര തണുപ്പായ ഭാഗങ്ങൾ. അവിടെ മനുഷ്യർ ജനറലി ചെയ്യുന്നൊരു കാര്യമാണ് മദ്യം കഴിക്കുക എന്ന് പറയും. ജനറലി അത് അവിടെ പെർമിറ്റഡാണ്, എല്ലായിടും ഉണ്ട്, എല്ലാം കഴിക്കുക. എന്നല്ലേ അവിടെ ചെല്ലുമ്പോൾ അയ്യോ എനിക്ക് തണുപ്പ് കൂടുതലാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മദ്യം അല്പം ചെല്ലുമ്പം ഉള്ളിലൊന്ന് ചൂടാവും അല്ലേ? മദ്യം ചെല്ലുമ്പോൾ ഉള്ളിലൊന്ന് ചൂടായി ഞാനൊന്ന് ആക്റ്റീവ് ആവും. അതുകൊണ്ട് കുഴപ്പമില്ല, അല്പം മദ്യം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ബൈബിളിൽ എവിടെയെങ്കിലും വേർഡുണ്ടോ അതിന് നമുക്കൊരു വാക്യം ബൈബിളിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, തിമോത്തിയോസിനോട് പറയുന്നത് നിനക്ക് അല്പം ആകാം സേവയൊക്കെ എന്ന്. അത് പഠിച്ചു നോക്കണമെന്നോ അല്ലാതെ പറയുന്നു. യഹൂദന്മാർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ മദ്യം, അങ്ങനെ സാറെന്തോ അങ്ങനെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ പറയും. ഞാൻ ബൈബിൾ പഠിച്ചു നോക്കുക, അത് ഒരു പൈശാചി അറ്റാക്കാണ്. അതിന് സാഹചര്യം അനുസരിച്ച് അത് മാറുന്നില്ല. അതുകൊണ്ട് ദൈവവചനം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക്, ഈ സർക്കംസ്റ്റൻസിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആ തണുപ്പ് സഹിക്കാനുള്ള കൃപ ദൈവം തരും. സോ ദാറ്റ് ഈസ് എ കൺവിക്ഷൻ ഓഫ് സിൻ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് വിൽ ഇൻസ്ട്രക്ട് അസ് കൺവിക്ഷൻ ഓഫ് സിൻ. അത് പിന്നെ അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് ഗുണീകരണം, ദാറ്റ് ഈസ് കറക്ഷൻ, റെസ്റ്റോറേഷൻ ടു ഒബീഡിയൻസ്. നിങ്ങളെ അനുസരണത്തിലേക്ക് നടത്തും. അതുപോലെ ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്, നീതിയിൽ നിങ്ങളെ റൈച്ചസായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യും, നീതിയിൽ. ദാറ്റ് ഈസ് ലേണിംഗ് ടു ലിവ് ഇൻ കൺഫോമിറ്റി വിത്ത് ഗോഡ്സ് വിൽ, ബോത്ത് പബ്ലിക്കലി ആൻഡ് പ്രൈവറ്റ്ലി. അതാണ് നമ്മുടെ ലിവിങ് ബൈബിളിലുള്ള വാക്ക്. ലേണിംഗ് ടു ലിവ് ഇൻ കൺഫോമിറ്റി വിത്ത് ഗോഡ്സ് വിൽ, ബോത്ത് പബ്ലിക്കലി ആൻഡ് പ്രൈവറ്റ്ലി. പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും ദൈവഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കുന്ന ഒരു കാര്യം ദൈവവചനമാണ്. ഇത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും പിന്നീട്. ഞാനിപ്പോൾ കൺവിക്ഷൻ ഓഫ് സിന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ദൈവവചനം നമ്മളെ പാപങ്ങളെക്കുറിച്ച് നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നു. ഒരു വാക്യം കൂടെ ഞാൻ അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വായിച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇതും കാണാതെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഇത് വീണ്ടും റെഫർ ചെയ്യും നമ്മൾ എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെയും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അത് പവർഫുള്ളാണ്. ഷാർപ്പർ ദാൻ 2 എഡ്ജ് സോഡ്. 2 എഡ്ജുള്ള സോഡാണ്. 2 എഡ്ജുള്ള സോഡാണ് പണ്ട് സോൾജേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്നവനെയും വെട്ടും, കേൾക്കുന്നവനെയും വെട്ടും. ആൻഡ് പിയേഴ്സിങ് ഈവൻ ടു ദ ഡിവൈഡിങ് അസണ്ടർ ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്. സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചേലും നിങ്ങളുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ആ രീതിയിൽ നിങ്ങളെ കുത്തും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഇപ്പോൾ എമ്മുവേസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർ ഉള്ളപ്പോൾ യേശു കൂടെ നടന്നു ഉയർത്തേൽപ്പ് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല കാര്യങ്ങൾ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലോട്ട് വരുമ്പോഴേ ഈ പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ വരും.
ഈ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ച് ജീവിക്കണമെന്ന് ഡെലിവറൻസിനകത്ത് ഞാൻ ആദ്യം പഠിപ്പിച്ച അതാണ്. അവിടെയാണ് റിപ്പൻറ്റൻസ് പറഞ്ഞത്. ഈ പാപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. സിൻ നേച്ചർ നമ്മളിലുണ്ട്. അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതാണ്, ജനറലി പറഞ്ഞ ആദ്യത്തെ നിങ്ങളിത് കണ്ടില്ലേ, ആ എപ്പിസോഡ് കാണണം. ആ സിൻ നേച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ആ സിൻ നേച്ചർ വെള്ളത്തിൽ കിടക്കുന്ന ആളും വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയിരുന്ന ആളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, കരയിലിരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് പോവുകയാണ്. എന്നാണ് പിശാച് ഇങ്ങനെ കുത്തിക്കയറ്റിയിരിക്കുകയാണ്, പാപത്തിൻ്റെ നേച്ചർ. അതുകൊണ്ട് ഏത് സമയവും തലപൊക്കാം. അതിന് ദൈവവചനമാണ് ആ ഹൃദയത്തിൽ നിങ്ങളെ കൺവിക്റ്റ് ചെയ്യുന്നത് പാപം. അതുകൊണ്ട് ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാനസാന്തരം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരുവാനായി ദൈവവചനം ഇന്ന് ക്രിയ ചെയ്യട്ടെ. ഇതിനാണ് ദൈവവചനം കേൾക്കണമെന്നും ദൈവവചനം പഠിക്കണമെന്നും പറയുന്നത്. ദൈവവചനം കേൾക്കുകയും വേണം, ആളുകൾ പറയുന്ന കേൾക്കുകയും വേണം. ദൈവവചനമാണ് കേൾക്കേണ്ടത്, പിശാചിൻ്റെ വചനമല്ല. ദൈവവചനം കേൾക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളെല്ലാം മാറിപ്പോകും. അത് വേറൊരു കാര്യമാണ്. സിന്നിൻ്റെ കൺവിക്ഷൻ നമ്മളെ കൊണ്ടുവരുന്ന ദൈവവചനമാണ്. ദൈവവചനത്തിലാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ദൈവവചനമായിട്ടാണ് നിങ്ങളെ വിടുവിക്കുന്നത്, ദൈവവചനമായി പോയി ക്രിയ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനത്തേക്ക് നമുക്ക് തന്നെ സറണ്ടർ ചെയ്യാം. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധം നിൻ്റെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കുന്നത് നിൻ്റെ വചനമാണല്ലോ കർത്താവേ. ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ ഏറ്റുപറയാതെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോഴേ ദൈവമേ ആ പാപങ്ങളൊക്കെ ഒന്ന് കൺവിക്റ്റ് ചെയ്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടി ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുക്കുകയാണ്, അതിൽ കൂടി ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ പ്രാപിക്കുകയാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണം. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥിക്കും. നിൻ്റെ ശക്തി അവിടെയൊക്കെ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. ഏതെങ്കിലും ഇരുട്ടായിട്ടുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു. ചില ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിലെ അവർ മുഖാന്തരം വന്നതല്ല, അവരുടെ ബന്ധുക്കൾ മുഖാന്തരവും അവരുടെ ഭവനത്തിലുള്ളവർ മുഖാന്തരവും അവരുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരവും ആ ഭവനത്തിൽ കയറിയ ചില ഇരുട്ടിൻ്റെ ശക്തികളുമായിട്ട് ഇന്ന് ചിലർ മല്ലടിക്കുന്നു. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, ആ ഭവനത്തിലുള്ളവരെ ഓർത്ത്, ആ ഇരുട്ടിൻ്റെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവിടെ വലിയൊരു കൺവിക്ഷൻ, ആ പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ ആ ഹൃദയങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം എന്നോട് പ്രാർത്ഥിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുവരുന്ന ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അത് പൊട്ടുന്നു. ഹല്ലേലൂയ. അത് പൊട്ടി മാറുന്ന ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. നിങ്ങളത് ചേർന്ന് പ്രാർത്ഥിക്കുമോ? അത് ആ ഭവനത്തിൽ നിന്ന് അത് മാറിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിലെ അത് മാറിപ്പോകുന്നതായി കാണുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം. ആ പൈശാചിക ശക്തിയിൽ നിന്നുള്ള റിലീസ്. ആ ഭവനത്തിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അവിടെ വലിയൊരു വിടുതൽ ഇന്ന് രാത്രികാലം ദൈവം തരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, നിൻ്റെ വിടുതലിനായിട്ട് സ്തോത്രം. അത് ഏറ്റെടുത്ത ആ കുടുംബത്തിന് വലിയൊരു വിടുതൽ കൊടുത്ത ഓർത്ത് സ്തോത്രം. കൺവിക്ഷൻ ഓഫ് സിൻ ആ ഹൃദയങ്ങളിലെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ജീവിതങ്ങളിലേക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കറക്ഷനും എല്ലാ ഇൻസ്ട്രക്ഷനും ഈ ദിവസങ്ങൾ അവിടെ വന്നു ചേരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് ചില മിറക്കിൾസ് ചില ഭവനങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങളത് സ്തോത്രത്തിന് വേണ്ടി അറിയിച്ചാൽ നല്ലതായിരിക്കും. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചില കുടുംബങ്ങളിൽ പൈശാചി ശക്തികൾ വീട്ടിലുള്ള ചില പേരൻസ് അല്ല, വീട്ടിലുള്ള ചില വ്യക്തികൾ മുഖാന്തരം അവിടെ വസിക്കുന്ന പിശാചൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം വലിയ വിടുതൽ ഈ ദിവസങ്ങൾ തരും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രയർ റിക്വസ്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.